സൂര്യ ടി.വി. റിപ്പോർട്ടറായിരുന്ന ആർ. മാനസന്റെ 9ാമത് അനുസ്മരണ സമ്മേളനവും അവാർഡ് ദാനവും നടന്നു. ആലപ്പുഴ പ്രസ് ക്ലബ് ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളന ഉദ്ഘാടനവും അവാർഡ് ദാനവും എ.ഡി. തോമസ് എം.എൽ.എ. നിർവഹിച്ചു. സൂര്യ ടി.വി. റിപ്പോർട്ടറായിരുന്ന ആർ. മാനസന്റെ 9ാമത് അനുസ്മരണ സമ്മേളനവും അവാർഡ് ദാനവും നടന്നു. ആലപ്പുഴ പ്രസ് ക്ലബ് ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളന ഉദ്ഘാടനവും അവാർഡ് ദാനവും എ.ഡി. തോമസ് എം.എൽ.എ. നിർവഹിച്ചു. ജീവൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഇടങ്ങളിൽ അവിടെ എത്തി അത് വാർത്തയാക്കാനും അതിന് പരിഹാരം കാണുവാനുമുള്ള അനിതര സാധാരണമായ ഒരു കഴിവ് പ്രിയങ്കരനായ ശ്രീ ആർ. മാനസന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ നിരന്തരമായ വാർത്തകളിലൂടെ നമ്മളെല്ലാവരും അത് ബോധ്യപ്പെട്ടിട്ടുള്ളവരുമാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ് മാധ്യമപ്രവർത്തകർ. ചില പൊതുപ്രവർത്തകരും അല്ലെങ്കിൽ അധികാരികളും മറന്നുപോകുന്ന ചില നീതി നിഷേധങ്ങൾ അത് കണ്ടെത്തി ധൈര്യപൂർവം സമൂഹത്തിൻ്റെ മുമ്പിലും സർക്കാരിൻ്റെ മുമ്പിലും അവതരിപ്പിക്കുവാൻ ആർജവമുള്ളവരാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ. അത് കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അതീതമായി മറ്റ് വിഭാഗീയ ചിന്തകൾക്കെല്ലാം അതീതമായി സമൂഹത്തിൻ്റെ ഒരു കണ്ണാടിയായി സമൂഹം ആവശ്യപ്പെടുന്നത് എന്താണോ അതിനുവേണ്ടി നിലകൊള്ളുന്നവരാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ. പ്രസ് ക്ലബ് പ്രസിഡന്റായി റോയി കൊട്ടാരച്ചിറ അധ്യക്ഷനായ പരിപാടിയിൽ ട്രഷറർ സുരേഷ് തോട്ടപ്പള്ളി സ്വാഗതവും എക്സിക്യൂട്ടീവ് അംഗം മുഹമ്മദ് നസീർ നന്ദിയും പറഞ്ഞു. ആർ. മാനസൻ സ്മാരക പുരസ്കാര ജേതാവ് മാതൃഭൂമി റിപ്പോർട്ടർ രാഹുൽ ജി നാഥ് മറുപടി പ്രസംഗം നടത്തി. രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ, മാധ്യമ പ്രവർത്തകർ, മാനസന്റെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.